ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കോളിഫ്ലവർ കുറുമ റെഡിയാക്കാം. കോളിഫ്ലവർ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. കോളിഫ്ലവർ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം ഇവിടെ ബോയിലായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ടതിന് ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും കോളിഫ്ലവർ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബോയിലായതിന് ശേഷം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലയെല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പിലോട്ടും ഈ സവാളയിലോട്ടും എല്ലാം പിടിക്കാനുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോളിഫ്ലവറിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ സവാളയെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഓവറായിട്ട് കളർ മാറി വരേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കോളിഫ്ലവറിൽ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചതാണ്. അതുകൊണ്ട് ഇത്രയും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് റോസ്മെല്ലൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ റോസ്മെല്ലൊന്ന് മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിലോട്ടൊരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ഇനി കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കോളിഫ്ലവറിൽ മസാലകളെല്ലാം ഒന്ന് പിടിച്ച് വരണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ്സ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നിട്ട് ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സ് കൂടെ ആയിട്ടുണ്ട്. കോളിഫ്ലവർ ഓൾറെഡി വെന്ത് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചെറുതായി ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അധികം ടൈം മൂടി വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പെരിഞ്ജീരകം തേങ്ങയും കൂടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓവർ വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കറി ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. അരപ്പെല്ലാം നന്നായി കോളിഫ്ലവറിലെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി കോളിഫ്ലവർ കുറുമ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെയും നൂലപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.